സമരോളികളോട് ഒറ്റ കാര്യം അങ്ങ് പറഞ്ഞു വെക്കുക. CPM-ന്റെ വാക്കും കേട്ട് വേണ്ടതിനൊക്കെ സമരം എന്നൊരു ആഭാസത്തിലായിട്ട് പുറത്തോട്ട് ഇറങ്ങിയാലില്ലേ കൃത്യമായിട്ടുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും. അപ്പൊ ഈ മൂങ്ങിക്കരഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പൊ ഈ നിങ്ങളെ ഈ സമരത്തിലേക്കൊക്കെ തള്ളിവിട്ട ഒരു നേതാക്കന്മാരുണ്ടാവത്തുമില്ല. ഇത് മനസ്സിലാക്കിക്കോ. അവറ്റകൾക്ക് ഇപ്പൊ അധികാരം നഷ്ടപ്പെട്ടിട്ടുള്ള ഭ്രാന്തിയാണുള്ളത്. അപ്പൊ അത് സാധാരണ കൂലിത്തൊഴിലാളികളെയും പട്ടിണിപ്പാവങ്ങളെയും മക്കളെ പിടിച്ച് തെരുവിലിറക്കിയിട്ട് അതിന് സമരം ചെയ്യും ഇതിന് സമരം ചെയ്യുന്നൊക്കെ പറയുമ്പോൾ നടപടി ഉണ്ടാവും, കേസ് ഉണ്ടാവും. ഇപ്പൊ ഞാനൊരു സർക്കാർ ഫോം ചെയ്തിട്ട് ആകെ ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ, 8-9 ദിവസമായിട്ടുള്ളൂ. സർക്കാരിന്റെ കയ്യിൽ മാന്ത്രിക വടിയൊന്നുമില്ല. ഇതൊക്കെ പരിശോധിച്ച് കാര്യങ്ങൾ സാവകാശം എല്ലാം കൃത്യമായിട്ട് ഈ കഴിഞ്ഞ അഴിമതിയും അതുപോലെ തന്നെ നീതി നിഷേധിക്കപ്പെട്ട നീതിയൊക്കെ ലഭ്യമാക്കും. അതിലൊന്നും തർക്കമൊന്നുമില്ല. അതിന് മുമ്പ് കാളവറ്റ് നിൽക്കുമ്പോൾ കയറെടുക്കല്ല. എല്ലാറ്റിനും ഒരു സാവകാശം വേണ്ടേ? ഇപ്പൊ നോക്കി, ഈ സർക്കാർ ഫോം ചെയ്തതിനു ശേഷം എത്ര ജനോപരപ്രദമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിനൊന്നും ഈ വർഗങ്ങൾക്ക് ഒരു അഭിനന്ദനം പോലും അറിയിക്കാൻ കഴിയാത്തത്. അപ്പൊ ഇവറ്റകൾക്ക് അധികാരം നഷ്ടപ്പെട്ട് ഭ്രാന്തായിട്ടാണ്. മനസ്സിലായ? അത് മനസ്സിലാക്കണം. ഇവരെ വാക്കും കെട്ടി സമരത്തിന് ഇറങ്ങുന്നവർ കേട്ടോ. ഇപ്പം തന്നെ നോക്കൂ, എത്ര നല്ല പരിപാടി. ഇപ്പം ഗവൺമെന്റ് ഫോം ചെയ്ത് ആദ്യം നമ്മളെ കേരളത്തിനെ ബാധിച്ച ക്യാൻസറായ ഈ ലഹരിക്കെതിരെ കൃത്യമായിട്ടുള്ള ഓപ്പറേഷൻ തുഫാൻ എന്ന് പറഞ്ഞ ഒരു പദ്ധതി അങ്ങ് നടപ്പാക്കിയിട്ടുണ്ട്. ഇന്ന് തന്നെ നോക്കി, ഇന്ന് എത്ര കേസാണ് പിടിച്ചിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടോ? വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് പൊതുസമൂഹത്തെ ഇല്ലാണ്ടാക്കുന്ന നാണം കെട്ട ഈ പറയുന്ന ലഹരി മാഫിയക്കെതിരെ കഴിഞ്ഞ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ? ഒരു അക്ഷരം അനങ്ങിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞ ജനങ്ങളെ മുഴുവൻ പ്രയാസങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നാട് നീളം ചുറ്റി സഞ്ചരിച്ച് ഓരോരോ വ്യക്തിയുടെയും പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത്. അത് കൃത്യമായിട്ടാണ് നേതാക്കന്മാർക്കും അറിയാം. മനസ്സിലാക്കിക്കോ കേട്ടാ. അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അങ്ങ് സമരമായിട്ട് അങ്ങ് ഇറങ്ങുക. ഗവൺമെന്റ് ഫോം ചെയ്തിട്ട് ഒരു 6 മാസമൊക്കെ ആയിട്ടെങ്കിൽ ശരിയാ. ആകെ 10 ദിവസമായിട്ടില്ല. എന്തൊരു കാര്യത്തിനും അതിൻ്റെ കാലതാമസം പിടിക്കൂലേ? അപ്പൊ നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഗവൺമെന്റ് സ്ഥാപനത്തിലേക്ക് കയറി പോയാൽ തന്നെ പെട്ടെന്ന് നടപ്പാവുമോ? അതിന് പരിശോധിക്കേണ്ടി വരും, അതിനെപ്പറ്റി പഠിക്കേണ്ടി വരും, അത് മനസ്സിലാക്കി എടുക്കേണ്ടി വരും. ഇത് കൊടുക്കാൻ പറ്റുമോ ഇല്ലയെന്ന് പരിശോധിക്കണം. ഇതൊക്കെ ചെയ്തിട്ട് ആ പ്രോസസ്സിങ് പൂർത്തീകരിക്കൂ. എന്നതുപോലെ തന്നെ ഗവൺമെന്റ് വന്ന് മന്ത്രിസഭാ യോഗം കൂടിയില്ലല്ലോ. അപ്പോഴത്തേക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും വിഷയം ഇടങ്ങ് ഉടനെ ഓടി വന്നിട്ട് ഞങ്ങൾക്ക് സംരക്ഷണം വേണം, ഞങ്ങൾക്ക് ജീവിക്കണം. എന്താ ഇതിനു മുമ്പ് നിങ്ങൾ ജീവിച്ചിട്ടില്ല? ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഇത്രയും കരുതി അനുഭവിക്കുമ്പോൾ എന്റെ ഈ സമരാവാസം ഞങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ. അന്തംഗമികൾ പടച്ചുവിടുന്ന എത്ര പച്ചക്കളമായ പോസ്റ്റുകളെ പടച്ചുവിടുന്ന ഈ രാജ്യത്ത്, ഈ സമൂഹത്തിനകത്ത് ഭിന്നിപ്പടക്കം ഉണ്ടാക്കാൻ വേണ്ടി. ഈ ഗവൺമെന്റ് ഫോം ചെയ്തിട്ടില്ല. അതിന് മുമ്പ് തന്നെ എന്താ ഒരു പോസ്റ്റ് കണ്ടത്? PD സതീശൻ പറഞ്ഞു 5 കിലോ അരി 2 കിലോ നെയ്യ് ഇതിന്. ആരാത് പ്രഖ്യാപിച്ചിന്? അങ്ങനെ ഗവൺമെന്റ് അത്ര ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ സമയത്ത് ഗവൺമെന്റ് മന്ത്രിസഭാ യോഗം കൂടിയിട്ടുണ്ടോ? ഇങ്ങനെ കല്ല് വെച്ച നുണകൾ, ഇവറ്റകൾ സമൂഹത്തിലേക്ക് അത് എന്ത് മെസ്സേജാ കൊടുക്കുക? ഇപ്പൊ ഇന്നത്തെ TV നോക്കുമ്പോൾ അവിടെ ഞങ്ങൾക്ക് ജീവിക്കണം. അത് കൃത്യമായിട്ട് ഈ കോൺഗ്രസ് ഇപ്പോഴുള്ള ഭരണമുന്നണിക്ക് അറിയാം. സ്റ്റേറ്റിനകത്ത് നടക്കുന്ന കഴിഞ്ഞ 10 വർഷമായിട്ട് എന്തൊക്കെയാണ് നടന്നതെന്നുള്ള കാര്യം അതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് തന്നെയല്ലേ ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നത്. ഓടി കുറയ്ക്കാതിച്ച് വന്നതല്ല. അപ്പൊ അതിനൊക്കെ സാവകാശം വേണോ? ഇതിപ്പോ നാട്ടുകാർ ഇപ്പൊ എന്തെങ്കിലും അങ്ങനെ വിഷയമില്ല, അപ്പൊ ഉടൻ പോയി വെടിവെച്ച കൊല്ലാൻ പറ്റുമോ സർക്കാരിന്? എത്ര നല്ല സർക്കാരാണ് വന്നെങ്കിൽ ആകെ 11-12 ദിവസത്തിനുള്ളിൽ തന്നെ ജനങ്ങൾക്ക് ആശ്വസിക്കാൻ പറ്റിയ എത്ര പദ്ധതികൾ അവർ നടപ്പാക്കിയെന്നറിയോ? ഖജനാവ് മുഴുവൻ കാര്യം അതിന്റെ ദളപത്രം ഇന്ന് ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിക്കും. ഇതിനൊക്കെ നികത്തണം, റിക്കവർ ചെയ്യണം ഒരു ഗവൺമെന്റ്. അന്ന് ഒരു 15-ാം തീയതി ബസ്സിന് ഫ്രീ കൊടുക്കുന്ന സംഘി ചാണകങ്ങൾ കണ്ടിട്ടില്ലേ? ഗവൺമെന്റ് ഫോം ചെയ്ത് സർട്ടിഫിക്കറ്റിന് മുമ്പ് അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് ബസ്സിന് പുടിയന് പഞ്ഞിന് ഇത് കാര്യം അങ്ങ് ഇരിക്കുക. എന്നാൽ ഈ നാണം കെട്ട ഈ സംഘപരിവാര ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഒരു 10-12 വർഷം മുമ്പ് എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്? എന്തെങ്കിലും ഒന്ന് കൊടുത്തോ? 15 ലക്ഷം രൂപ ഓരോരുത്തരുടെ അണ്ണാക്കിലേക്ക് ഉരുട്ടി തള്ളി അങ്ങ് തരുമെന്ന് പറഞ്ഞില്ല ഇവറ്റകളെ ജിയൊക്കെ. എന്നിട്ട് എന്തായേ? 300 രൂപ കൊടുത്ത ഗ്യാസ് 1200 ആക്കി. അതിന് ചോദ്യമില്ല. 53 രൂപ കൊടുത്ത പെട്രോളിന് 110 രൂപയാക്കി. ഇതാ ഇപ്പോൾ ഡെയിലി അങ്ങ് കൂട്ടുക. കോർപ്പറേറ്റുകൾക്ക് പതിച്ചങ്ങ് നൽകിയില്ലേ രാജ്യത്തുള്ള മുഴുവൻ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം? ഏതെങ്കിലും ഒന്നിന് സമരം ചെയ്യാൻ പറ്റിയോ?
എന്നിട്ടൊരു ബസ്സിൽ ഫ്രീ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞ് ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ബുദ്ധിയുള്ളവർക്ക് അറിയാം. ഒരു ഗവൺമെന്റ് ഫോം ചെയ്താൽ അതിനെപ്പറ്റി ആ നിയമം ഉണ്ടാക്കണം, മന്ത്രിസഭ കൂടണം, അതിനുശേഷമേ കഴിയൂ. അതിന് മുമ്പ് ചാടി കയറി അങ്ങ് ഇരുന്നിട്ട് ഞങ്ങൾക്കങ്ങ് പോനോ. പിന്നെ വി.ഡി. സതീശൻ പറഞ്ഞിട്ടില്ലേ, ശശി ഭോപാൽ പറഞ്ഞിട്ടില്ലേ, പൈഞ്ചാഞ്ചി തെരുവിന് പറഞ്ഞിട്ടില്ലേ, പിന്നെന്താ തരാത്തത്? ഭയങ്കര സ്ത്രീകളങ്ങ് ഉണ്ടാക്കാൻ നടക്കുന്നു. ഊളിപ്പ് കെട്ട വർഗങ്ങൾ. ഒരു സമരമൊക്കെ ചെയ്യണം. ഒരു സർക്കാർ പോകെ എന്തെങ്കിലും പാകപ്പിഴവുണ്ടെങ്കിൽ വിമർശിച്ചോ സമരം ചെയ്തോ, അത് മാന്യമായിരിക്കണം. അല്ലാതെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ റോഡ് സൈഡിലോട്ട് അപ്പിയിട്ടുണ്ടെങ്കിൽ ഇതെന്തിനാ ഇവിടെ അപ്പിയിട്ട് അത് സർക്കാർ രാജിവെക്കുക. ഇതും പറഞ്ഞിട്ട് കുറെ കൊടിയും പിടിച്ച് കുറെ പണിയില്ലാതെ കുറെ നേരത്തിൽ തള്ളി ഇങ്ങോട്ടേക്ക് വിടും, റോഡ് സൈഡിലേക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി. ഉളപ്പ് എന്ന് പറയുന്നവർ ഞാനിപ്പം 14 ദിവസമായി ഈ ഗവൺമെന്റ് ഫോം ചെയ്തിട്ട് ഒരു മന്ത്രിസഭാ യോഗം പോലും മെയ്യാക്കി കൂടിയില്ല. ഫയലൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുക. അതിനൊക്കെ 112 സമരം കഴിഞ്ഞു. എന്തിന്റെ പേരില്? കഴിഞ്ഞ 10 വർഷക്കാലം ഈ സ്റ്റേറ്റിനകത്ത് ഇതുപോലെ അരാജകത്വം കൊടികുത്തി വാഴും. ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. എല്ലാറ്റിനും വില വർദ്ധിപ്പിച്ചു. ഇലക്ട്രിന്റെ വൈദ്യുതി ബില്ല് ഓരോ ദിവസവും ഇങ്ങനെ വർദ്ധിപ്പിക്കുക, 10-25 പൈസ വെച്ചിട്ട്. ഒരുത്തനിക്ക് സമരം വേണ്ട, ഒരുത്തനിക്കൊന്നും മിണ്ടണ്ട. പായൽ മറ്റേ കപ്പയും അടിച്ചു വെച്ചിട്ട് വീട്ടിന്റെ ഉള്ളിൽ ആടെ ഇരുന്ന്. ഇപ്പം വന്ന് സർക്കാർ അതിനെയൊക്കെ വെട്ടിച്ചുരുക്കി. പിന്നെ ഇച്ചിരി ആൾക്കാർ പറഞ്ഞ ആവശ്യങ്ങൾ പരിഗണിച്ച് ഇപ്പൊ താൽക്കാലികമായിട്ട് അവർക്ക് സമാശ്വാസപരമായിട്ട് 3000 ആക്കി 1000 ആക്കി ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്ന ഒരു ഗവൺമെന്റിനെതിരെ ഏതെങ്കിലും കുഞ്ഞു വഴിയിലോട്ടൊപ്പം അപ്പിയിടുമ്പോൾ അവൻ പൊക്കി പൊട്ടിട്ടുണ്ട്. അവിടെ അപ്പിയിട്ടില്ലേ? സർക്കാർ എന്റെ നോക്കണ്ടേ? ഞങ്ങൾക്ക് ഇതിൽ നടന്നുകൊണ്ടേ നീക്കും. അതിന് എന്ത് മറുപടിയാണ് പറയേണ്ടത്? ഇത്ര നല്ലൊരു മുഖ്യമന്ത്രി കേരള സ്റ്റേറ്റ് ഉണ്ടായത് ശേഷം കിട്ടിയിട്ടില്ല. എഡ്യൂക്കേറ്റഡ് ആണ്, വിദ്യാഭ്യാസമുള്ള ദീർഘവീക്ഷണമുള്ളതാണ്, കേരളത്തിലെ വികസനത്തെ പറ്റി കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ്, ജനങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നത്. ഒരു കാരണമുണ്ടെങ്കിൽ നിങ്ങൾ സമരം ചെയ്തോ, പ്രശ്നമില്ല. അതിനൊക്കെ ഒരു വ്യക്തമായിട്ടൊരു ഇതുമാണ്. അതൊന്നുമില്ല. പിന്നെ UKG സെന്ററിൽ നിന്നൊക്കെ അടിച്ചു വിടുന്ന പാച്ചക്കളവിലെ പോസ്റ്റും പൊക്കി എന്താ അത് പോസ്റ്റ് എങ്ങനത്തെയാ വരുന്ന നിങ്ങൾക്ക്? രണ്ട് വിഭാഗത്തെ തരംതിരിക്കുന്ന വിധത്തിലുള്ള പോസ്റ്റുകൾ. ഉറപ്പില്ലാതെ വർഗങ്ങൾ. വലിയ സാക്ഷരതയിൽ 1-ാം നമ്പർ നിൽക്കുന്ന സ്ഥലമാണ്. എന്ത് സാക്ഷരത? വിവരം വേണ്ടേ? തലക്കകത്ത് എന്നാ ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. ഇവറ്റകളൊക്കെ നീതി വേണം. ഇപ്പൊ ഞാൻ ചോദിക്കാം, കഴിഞ്ഞ 5 വർഷക്കാലങ്ങളായിട്ട് ഒരു കുടലിൽ ഒരു സ്ത്രീ കത്രിക വെച്ചിട്ട് ആ സ്ത്രീ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ആ സ്ത്രീ സമരത്തിന് രംഗത്തിറങ്ങി. ഒരു പരിഗണന പോലും കിട്ടുന്ന നീതിയും കൊടുത്തില്ല. മനസ്സിലായി? എന്നിട്ട് അതിന്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ മുമ്പിൽ അങ്ങനെ തന്നെ ഉണ്ട്. എന്നാൽ ഈ ഗവൺമെന്റ് വന്ന ഉടനെ തന്നെ അത്തരം പീഡനങ്ങളും അത്തരം നീതി നിഷേധിക്കപ്പെട്ടതൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് തൽക്കാലം ആശ്വസിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഈ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോരോ വിഷയത്തിനകത്തും അതൊന്നും എവിടെയില്ല. ഈ 10 ദിവസം കൊണ്ട് ഇല്ലാതെ കഥകൾ ഉണ്ടാക്കി അങ്ങ് സമരം. അധികാരം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ജനങ്ങളായിട്ട് സേവിക്കണം, അല്ലെങ്കിൽ ദാസ്യം പിടിച്ചു വയ്ക്കുന്ന ഈ അവസ്ഥ തന്നെ ഉണ്ടാകുക. പിന്നെ ജനങ്ങളെ പേരിലേക്ക് കുതിര കയറ്റിയിട്ട് കാര്യമൊന്നുമില്ല. എന്നിട്ട് ഇപ്പം വന്നിട്ട് കുറെ സൈബർ ഓളികൾ പിണറായിയായിരുന്നു നല്ലത്. അത് നിങ്ങൾ ചിന്തിക്കോ, ഭയങ്കരമല്ല ചിന്തിക്കാൻ. പിണറായി സ്ഥലത്തന്നെ കൊട്ടാരം പോലെയാക്കിയല്ലോ കേരളം ഇക്കാലത്രയോ 10 കൊല്ലം കൊണ്ട്. ഒരു ആഭാസ സമരങ്ങൾ 12 ദിവസം കൊണ്ട് 114 സമരങ്ങൾ. അനാവശ്യമായിട്ടുള്ള സമരങ്ങളോ കാര്യങ്ങളോ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കൊണ്ടെങ്കിൽ ഗവൺമെന്റ് കൃത്യമായി ഇടപെട്ട് അടിച്ചോടിക്കണം. ഇവറ്റകൾ അടിച്ചോടിക്കണം. മനസ്സിലായ? കേസ് കൊടുക്കണം. എന്നിട്ട് കോടതി വരാന്തയിൽ കയറി ഇറങ്ങണം. അപ്പൊ ഇവറ്റകളെ തള്ളിവിട്ട് ഏതെങ്കിലും നേതാക്കന്മാർ ഇവറ്റകളെ പറയണ്ടോ നോക്കാം. ഒരു ഗവൺമെന്റിന് വിലയിരുത്തേണ്ട സമയം കായോ?
അതും നമുക്കറിയാം. 10 വർഷക്കാലം ഭരിച്ച് മുടിച്ച് കേരളത്തിലെ ഖജനാവ് പോലും കാലിയാക്കി ഇറങ്ങിപ്പോയ ഒരു ഗവൺമെന്റിന്റെ അടുത്താണ് ഈ ഗവൺമെന്റ് ഇത് ഏറ്റെടുക്കുന്നത്. മനസ്സിലാക്കണ്ടേ നമ്മൾ? എന്തിനേറെ ഖജനാവ് മുഴുവൻ കട്ടി കാലിയാക്കി ശമ്പളം പോയിട്ട് പോലും കൊള്ളയടിച്ചു. അങ്ങനെ കട്ടി ഇനിയൊന്നും ബാക്കിയില്ല. ഇനി ഇതിനെയൊക്കെ റിക്കവർ ചെയ്ത് കൊണ്ടുവരണം ഈ പുതിയ ഗവൺമെന്റ്. അതിനൊരു കാലതാമസം പിടിക്കണം. കാലതാമസം ഉണ്ടാവും. അത് കാത്തിരിക്കണ്ടേ? ഞാനങ്ങ് അവസാനിപ്പിക്കാം.